കട്ടളയും വാതിലും ജനലും എല്ലാം തേക്ക് തന്നെ വേണം അല്ലേ സാറേ? തേക്ക് വെറും തേക്കല്ല, നിലമ്പൂർ തേക്ക് തന്നെ വേണം. നിലമ്പൂർ തേക്ക്. വേറെ പിന്നെ ഈ കിടക്കുന്ന ടൈലെല്ലാം മാറ്റണം. മാറ്റിയിട്ട് നല്ല ഇറ്റാലിയൻ മാർബിൾ തന്നെ ഒട്ടിക്കണം. അത് ഇറ്റലിയിൽ നിന്ന് തന്നെ ഇറക്കുമതി ചെയ്തതായിരിക്കണം. മനസ്സിലായല്ലോ? ഞാൻ ഇത്തവണ കുറച്ച് കാശ് ഉണ്ടാക്കും. സാറേ വേറെ കോൺട്രാക്ട് തന്നെ ഇടയ്ക്ക് പൊറുപുറത്തല്ല, ഞാനിവിടെ കണക്ക് കൂട്ടിയ സാറേ. സാറേ അടുത്തത് പറയൂ. അടുത്തെന്താ? ഈ സീലിംഗ് എല്ലാം മാറ്റിയിട്ട് ജിപ്സം ബോർഡ് അടിക്കണം. മൊത്തം LED ലൈറ്റ് വെക്കണം. അതും നല്ല പല കളറിലും മിന്നുന്ന സാധനം വേണം. അതിനല്ല സാറേ, നമുക്ക് ചൈനയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യാം. ഒരു കണ്ടെയ്നർ ആയിക്കോട്ടെ. കണ്ടെയ്നർ തന്നെ വന്ന് കാണാൻ കണ്ണു മഞ്ഞളിക്കണം. ഇപ്പോഴും എന്റെ കണ്ണ് മഞ്ഞളിച്ചു. ഇത് ഞാൻ കുറെ കാശ് വരും. സാറേ പിന്നെ കണക്ക് കൂട്ടിയതായിരിക്കും പെരുവരുത്തതേ. ഇനി റൂഫിലും താഴെ ഓരോ സ്വിമ്മിംഗ് പൂൾ അങ്ങിരിക്കണം. സ്വിമ്മിംഗ് പൂൾ 2. കോൺട്രാക്ടർ ഈ ഇൻഫിനിറ്റി പൂൾ എന്ന് കേട്ടിട്ടില്ലേ? അത് വേണം മോളിൽ സെറ്റ് ചെയ്യാൻ. പൂളിനുള്ള വെള്ളം നമുക്ക് മിനറൽ വാട്ടർ തന്നെ ആക്കാം അല്ലേ? ആയിക്കോട്ടെ. താഴെ നിന്ന് പൂളിലേക്ക് ചെല്ലാൻ 2 വശത്തുനിന്നും 2 ലിഫ്റ്റ് 2. വിശാലമായ കാർ പാർക്കിംഗ്. ഒരു 3 വണ്ടി ഇടണം. ഒരു ക്യാരവാനും കൂടി ഇരിക്കട്ടെ. ഇതാണ് ബമ്പർ ചക്രവർത്തി ആൻഡ് മാമർക്കാൻ. കഴിഞ്ഞില്ല, ചുറ്റുമതില് കരിങ്കല്ലുകൊണ്ട് കെട്ടണം. അതിനോട് ചേർന്ന് തന്നെ സുന്ദരമായ ഒരു ഗാർഡൻ, പിന്നെ 4 മൂലയിൽ ഓരോ പട്ടിക്കൂട്, ഒരു വിശാലമായ തൊഴുത്ത്. അപ്പൊ CCTV കൂടെ വെക്കട്ടെ സാറേ? പുറത്തുനിന്ന് വല്ല കാളക്കൂറ്റന്മാരെ തൊഴുത്തി കീറുന്നുണ്ടോന്ന് അറിയാലോ. എന്നാ ഇരിക്കട്ടെ. ഒരു 16 ക്യാമറ വെച്ചോളൂ സാറേ. വേറെ പിന്നെ അതെ, എല്ലാം കൂടെ എത്രയായി സാറേ? എല്ലാം കൂടെ 1,60,00,000. ഇത്രയും പറഞ്ഞിട്ട് അത്ര ആയുള്ളൂ? ഞാനെല്ലാം കുറച്ചേ കൂട്ടിയിട്ടുള്ളൂ. സാറിന്റെ വീട് കേരളത്തിലെ ഏറ്റവും മുന്തിയ വീടായിരിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഈ വീട് മൊത്തം സെൻട്രലൈസ്ഡ് AC അങ്ങാക്കി. അപ്പൊ മൊത്തം AC. സാറേ മൊത്തം 1,75,00,000 രൂപ. വെറും 1,75,00,000 ആയോടൂ. തൽക്കാലം അത് മതി. ബാക്കിയെല്ലാം തല്ലിക്കൂട്ടി വരുമ്പോ 2 കോടി ആവുമല്ലോ. 2 കോടി മതി. 2 കോടി മതി. അപ്പൊ എപ്പോ പണി തുടങ്ങാം? പണി നാളെ തന്നെ തുടങ്ങാം. നാളെ തന്നെ തുടങ്ങണം. 1.25 2 കോടിയുടെ വർക്കാണല്ലോ. അപ്പോ കുറച്ച് അഡ്വാൻസ് ഒരു 25 ലക്ഷം. 25 ലക്ഷം അത്രയും മതിയോ? മതി. ബാക്കി ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചോളാം. മകൻ അത്രയുണ്ട്, അവനോട് മേടിച്ചോളൂ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അയ്യോ പേപ്പർ ഇട്ടില്ല. എടി, ഈ പ്രാവശ്യം നമുക്ക് ബെൻസ് വാങ്ങിക്കാടി. 2 കോടിയുടെ പ്രോജക്റ്റാ. സാറേ അച്ഛനായിട്ട് സംസാരിച്ചായിരുന്നു. 1,75,00,000 നമ്മൾ ഉറപ്പിച്ചായിരുന്നു. നാളെ പണി തുടങ്ങാനാ പറഞ്ഞേക്കണത്. ഒരു 25 ലക്ഷം രൂപ അഡ്വാൻസ് സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. സാറേ 25 ലക്ഷം രൂപ അഡ്വാൻസ്. ഇപ്പൊ തന്നെ വേണോ? ഇതൊന്ന് തുന്നിക്കഴിഞ്ഞിട്ട് പോരെ? കീറിപ്പോയി. ഇവിടെ ഷഡ് കീറി പോയിട്ട് പുതിയത് മേടിച്ചിടാൻ കാശില്ല. അപ്പോഴവിടെ 25 ലക്ഷം കൊണ്ട് വന്നേക്കണം. ഇയാളല്ലാണ്ട് വേറെ ആരെങ്കിലും ആ പുള്ളിയുടെ പോയി ഈ പരിപാടിക്ക് നിൽക്കുവോ? ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ പൂച്ച വെച്ചെടുക്കാം. അപ്പോഴവിടെ 1.25 കോടി, 2 കോടി, 25 ലക്ഷം. എടാ, പണ്ട് പുള്ളി കെട്ടറമണിക്ക് പോയപ്പോ പുള്ളിയുടെ തലയിൽ ഒരു ഇഷ്ടേക്ക് വീണ് പുള്ളിയുടെ കിളി പോയതാ. അതല്ലേ കയറ് വിരിച്ച് കാലെ കെട്ടി വെച്ചേക്കണേ. നീ അത് കണ്ടില്ലേ? പുള്ളിക്ക് വട്ട് പ്രാന്താടാ. 1.5 കോടി, 1.25 കോടി, 1.25 കോടി എന്ന് കേട്ടപ്പോ നിനക്ക് സൂചിച്ചില്ലേ? അത്രേ ഉള്ളൂ. എന്റെ 25 ലക്ഷം ഒന്നുമില്ല. എനിക്ക് പോടാ ഉളെ. അപ്പൊ എന്റെ 2 കോടി. ഇതിപ്പോ ആരാണ്ട് എവിടെയാണ്ടൊക്കെ ഏതാണ്ടൊക്കെ അവതരിപ്പിച്ച പോലെ ആയല്ലോ. എന്നടി ബെൻസിലേക്ക് ഇൻസൂല്ല. അവിടെ അമ്മൂമ്മടെ വെച്ചിട്ട് പോടി. എന്റെ 2 കോടി.